ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ബോബി ചെമ്മണ്ണൂരും നടിയായിട്ടുള്ള ഹണി റോസും തമ്മിലുള്ളത്. അപ്പൊ ഈ വിഷയത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ രണ്ടുപേരെയും ഫേവർ ചെയ്തിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആരുടെ ഭാഗത്താണ് ന്യായം, എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. ബോബി ചെമ്മണ്ണൂർ ഇങ്ങനെ പണ്ട് മുതലേ ഡയലോഗ് അടിക്കുന്നത് അയാൾ ഒരു ഇതാണ്. അത് ആദ്യം എല്ലാവരും പ്രോത്സാഹിപ്പിച്ച് കൊടുത്തപ്പോഴത്തെ അതുകൊണ്ടാണ് അയാൾ വീണ്ടും, അല്ലാതെ അതൊരു നിരുപദ്രവപരമായിട്ടുള്ള ഒരു കമന്റ് അടിപ്പെന്നാണ് തോന്നുന്നത്. അല്ലാതെ അയാളെ ആരെയും ഉപദ്രവിക്കാനോ അതായത് ജബർദസ്തി ചെയ്യാനോ ഒന്നും പോണതായിട്ടൊന്നും ഇതുവരെ അറിയില്ല. അതാണ് എൻ്റെ കാര്യം. തീർച്ചയായും ഹണി റോസിന്റെ ഭാഗത്ത് തന്നെയാണ് ന്യായം. കാരണം നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ്. അതുപോലെ തന്നെ ഇന്ത്യ മഹാരാജ്യം എല്ലാവർക്കും ഒരുപോലെ തന്നെ അവകാശങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ നമുക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ബേസിക് ആയിട്ടുള്ള നമ്മുടെ റൈറ്റിന്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ മറ്റൊരാൾ എന്ത് ധരിക്കണം എന്നുള്ളത് വേറൊരാളെ ആളെ കൊണ്ട് പറയാനുള്ള ഒരു അവകാശം നമ്മൾ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ലിമിറ്റും കടന്നു പോകും. പിന്നീട് നമ്മൾ ഏതെല്ലാം രീതിയിൽ നമ്മളുടെ ഈ വസ്ത്രം ധരിക്കുക എന്നുള്ളതിന്റെ വേറൊരു എക്സ്ട്രീമിലേക്ക് ഈ പറയുന്ന ആളുകൾ വരും. അതായത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ധരിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു രീതിയിൽ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ മുന്നിലേക്ക് വരുവാണെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പിന്നീട് ഇത്തരത്തിൽ ഈ മറ്റുള്ളവർ എന്ത് ധരിക്കണം എന്നുള്ളത് നമ്മളെക്കാൾ കൂടുതൽ മറ്റൊരാളുകളെ തീരുമാനിക്കാൻ തുടങ്ങും. അപ്പോൾ അതൊരു വലിയൊരു വിപത്ത് തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ട് തീർച്ചയായും ഹണി റോസിന്റെ ഭാഗത്ത് തന്നെയാണ് ന്യായമായിട്ട് തോന്നുന്നത്. പുള്ളി സാധാരണ നമ്മൾ ഒരു കേസ് നടക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെയുള്ള കേസുകളിൽ പെട്ടെന്ന് ഒരു ആക്ഷൻ ഉണ്ടായത് പുള്ളിയുടെ കേസിലാണല്ലോ. വേറെ ഒരുപാട് കേസുകൾ നടക്കുന്നുണ്ട്. അതിനൊന്നും പെട്ടെന്ന് നടപടി ഉണ്ടായില്ല. ഈ പുള്ളിയിൽ പറഞ്ഞപ്പോൾ തന്നെ പെട്ടെന്നൊരു നടപടി വന്നു. അത് ലേഡീസിനോട് പൊതുവെ അങ്ങനെ പാടില്ലെന്നാണ് പറയാം. ഒരു വസ്ത്രധാരണ ഓരോരുത്തരും ഇഷ്ടമല്ലേ, ഒരു ഇഷ്ടത്തിന് ധരിക്കുന്നു. അപ്പൊ നമുക്ക് പറയാതിരിക്കാം. പുള്ളി തെറ്റ് തന്നെയാണ് പറഞ്ഞത്. രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല, രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഹണി റോസിന്റെ ഡ്രസ്സിങ് കാര്യങ്ങളൊന്നും അത്ര ശരിയല്ലെന്നേ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ സംസാരവും അത്ര ഞാൻ നിഷ്പക്ഷമായിട്ട് ഞാൻ പറയുവാണ്. കാരണം അദ്ദേഹം ഒരുപാട് സമൂഹത്തിൽ ഒരുപാട് നന്മയൊക്കെ ചെയ്യണുണ്ട്. പക്ഷെ എന്തും ചെയ്യാന്നുള്ളൊരു ഭാവം അദ്ദേഹത്തിനുണ്ട്, ആരെ എന്തും പറയാന്നുള്ളൊരു ഭാവമുണ്ട്. പക്ഷേ ഈ സിനിമാ നടി എന്നുള്ള രീതിയിൽ മറ്റുള്ളവർക്കൊരു മാതൃകയായിട്ട് ഡ്രസ്സ് ധരിക്കണമെന്നാണ് ഹണി റോസിന്റെ അടുത്തുള്ള പറയാനായിട്ടുള്ള ഒരു അഭിപ്രായം. ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ത് ഹണി റോസും ബോബി ചെമ്മണ്ണൂരും തമ്മിലുള്ള ഇഷ്യൂ. ഈ ഇഷ്യൂവിന്റെ ഭാഗമായിട്ട് കേസ് ഉണ്ടാവുകയും അദ്ദേഹം അകത്താവുകയും ഇപ്പോൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വിഷയത്തിൽ ആരുടെ ഭാഗത്താണ് ന്യായം എന്നാണ് കരുതുന്നത്? ഹണി റോസിന്റെ ഭാഗത്താണോ ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്ത്? ഹണി റോസ്. എന്താണ് അങ്ങനെ ചിന്തിക്കാൻ? ഒരു വ്യക്തിയുടെ വസ്ത്ര സ്വാതന്ത്ര്യം, അതിന് വേറെ ആർക്കും ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് എന്താണ് ബോച്ചയെ പോലുള്ള ആൾക്കാരോട് പറയാം? സ്വന്തം കാര്യം നോക്കുക, വേറെ ആവശ്യമില്ലാത്തതിൽ ഇടപെടാതിരിക്കുക. അപ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എത്ര നല്ലത് ചെയ്തെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇതേപോലെയുള്ള ഒരു ചെറിയൊരു കാര്യം പറയുമ്പോഴായിരിക്കും അവരവിടെ കുറ്റക്കാരാവുന്നത്. അത് ശരിയല്ല, തെറ്റായ കാര്യമാണ്. അത് നിങ്ങൾ പറയും പോലെ ഒരു സ്ത്രീക്ക് അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ ആർക്കായിരുന്നാലും അതിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അവര് ചെയ്യണത് വേറുള്ളവർ അതിനെ കുറിച്ച് കുറ്റം പറയേണ്ട കാര്യമില്ല. അത് ഓരോരുത്തരും ഇഷ്ടമാണ്. പിന്നെ എന്താന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് കൂടുതൽ എല്ലാം സ്ത്രീകളെ താഴ്ത്തി കെട്ടാനുള്ള ഒരു മനോഭാവം ഉണ്ട്, അത്രേ ഉള്ളൂ. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് എന്ത് ഹണി റോസിന്റെയും ബോബി ചെമ്മണ്ണൂരിന്റെ ഇഷ്യൂ. അപ്പൊ അതായത് അവരുടെ വസ്ത്രത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അവർ കുറെ അധിക്ഷേപങ്ങളൊക്കെ നേരിടുകയാണ്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്താണോ ന്യായം അതോ ഹണി റോസിന്റെ ഭാഗത്താണോ ന്യായം? ഡ്രസ്സിന്റെ പേരിലാണ് അവരെ ഇപ്പൊ എല്ലാരും കളിയാക്കുന്നെങ്കിൽ അത് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. അപ്പൊ അതിലിവിടെ ആർക്കും പറയാനുള്ള കമന്റ് ചെയ്യാനുള്ള ആവശ്യമില്ല. പിന്നെ എല്ലാവർക്കും അവരുടേതായ പ്രൈവറ്റ് ഒപ്പീനിയൻസ് ഉണ്ടാവുമല്ലോ. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഒരാൾ ഏത് വസ്ത്രം ധരിക്കണം, ഏത് രീതിയിലുള്ള വസ്ത്രം ധരിക്കണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ ജീവിക്കണം എന്നുള്ളത് അവരുടെ സ്വന്തമായിട്ടുള്ള താല്പര്യമാണ്. അതുതന്നെയാണ് ജനങ്ങൾക്കും പറയാനുള്ളത്. എന്തായാലും വേറൊരാളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറാനുള്ള അവകാശം ബോച്ചയ്ക്ക് നല്ല ആർക്കുമില്ല എന്ന അഭിപ്രായം തന്നെയാണ് ജനങ്ങൾ പങ്കുവയ്ക്കുന്നത്.